Before the truth was spoken, the silence already knew. Rain on glass like shattered time. City holds its breath. Neon prayers and broken vows dance with. ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഈ സമയം പുറത്തു വരുന്നത്. ഇന്നലെ നഗരത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും കാണാതായ 5 പേരെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ആരായിരിക്കും ഇതിന്റെ പിന്നിൽ? എന്തിനു വേണ്ടിയായിരിക്കും ഈ തട്ടിക്കൊണ്ടുപോകൽ? എന്തായി? സ്ക്രിപ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് അല്ലേ? അതെ, ഓക്കെയാണ് സാർ. സ്ക്രിപ്റ്റ് ഇതുപോലുള്ള സ്ഥലത്ത് വെച്ച് കേൾക്കുമ്പോഴാണ് ഒരു പോസിറ്റീവ് ഫീൽ. അതുകൊണ്ടാണ് ഇവിടേക്ക് വരാൻ പറഞ്ഞത്. അജയുടെ ഒരു കാര്യം ചോദിക്കട്ടെ. മുമ്പ് അജയ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നില്ലേ? പിന്നെന്താ പെട്ടെന്നൊരു സിനിമയുടെ തിരക്കഥ എഴുതാൻ കാരണം? എല്ലാ കേസുകളിലും ഒരു കഥ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി. എൻ്റെ കയ്യിൽ ആദ്യമായി ഒരു കേസ് വന്നു. അത് ഞാൻ സോൾവ് ചെയ്തു. ആ കേസ് തന്നെയാണ് ഞാൻ ഈ തിരക്കഥയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ലോങ് ലീവ് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയവും കിട്ടി. പിന്നെ സാറൊരു ബിസിനസ്സുകാരനായിരുന്നില്ലേ? പിന്നെന്താ പെട്ടെന്നൊരു സിനിമ ചെയ്യാൻ കാരണം? എന്നാ പിന്നെ തുടങ്ങിയാലോ? ഈ കേസിൻ്റെ ആരംഭം 2 വർഷം മുമ്പാണ്. ഈ സിറ്റിയെ തന്നെ ഭീതിയിലാഴ്ത്തിയ ഒരു സൈക്കോ കില്ലർ. ആ സൈക്കോ കില്ലറിൻ്റെ കേസിൻ്റെ ചുമതല എനിക്കായിരുന്നു. 5 പേരെ ഒരേ ദിവസം കാണാതെയാകുന്നു. അതും ഈ നഗരത്തിലെ പ്രമുഖരായ വ്യക്തികൾ. അടുത്ത ദിവസം തന്നെ 5 പേരുടെയും ബോഡി വിജനമായ പ്രദേശത്ത് നിന്ന് കണ്ടെത്തുന്നു. എത്ര അന്വേഷണം നടത്തിയിട്ടും ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊലകളെല്ലാം? ശ്വാസം പിടിക്കും, ഇരുട്ടിന്റെ പിന്നാലെ നടക്കും. ഇതൊരു മനുഷ്യന്റെ വരവല്ല, പേടിക്ക് കിട്ടിയ പുതിയ പേരാണ്.
ഹലോ അഭിറാം. ഹലോ അജയ്, നീ എവിടെന്നാ? വിളിച്ചത് എനിക്കൊരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഹലോ, രാഷ്ട്രീയം തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് കേൾക്കുന്നില്ല. ആ റിപ്പോർട്ട്. കേസിൻ്റെ അന്വേഷണങ്ങൾ ഞങ്ങൾ പല രീതിയിലും മാറ്റി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബിജോയ് അവൻ്റെ രീതിയിലുള്ള അന്വേഷണവും നടത്തി. എന്നാൽ എല്ലാം പോയി നിന്നത് ഒരു ഡെഡ് എൻഡിലായിരുന്നു. ബോഡി ഉപേക്ഷിച്ച സ്ഥലങ്ങളിൽ CCTV ക്യാമറകളില്ലായിരുന്നു. കുറച്ച് മാറിയുള്ള ക്യാമറയിൽ ബിജോയ് പരിശോധിച്ചപ്പോൾ ആ കൊലപാതകിയുടെ സാന്നിധ്യം ഇല്ലായിരുന്നു. ഞങ്ങളുടെ മുമ്പിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ഒരു കൊല നടക്കുന്നതിന് മുമ്പേ ആ കൊലപാതകിയെ നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കണം. Suena pa' empezar. വ്യാലുകൾ തുറക്കുമ്പോൾ മുഖങ്ങൾ മാറും. നിഴലുകളിൽ ഉച്ചവർ വെളിച്ചം കണ്ടാൽ കത്തും. ഇത് കളിയല്ല, ഇത് കേസാണ്. രക്തത്തിൽ എഴുതിയ പ്ലാൻ. ഞാൻ എത്തുമ്പോൾ സത്യം മാത്രം. നോ എസ്കേപ്പ്, നോ ചാൻസ്. പെട്ടെന്നൊരു ദിവസം ആ കോൾ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എൻ്റെ സുഹൃത്ത് അഭിറാം മരണപ്പെട്ടു എന്നായിരുന്നു ബിജോയ് വിളിച്ച് പറഞ്ഞത്. അങ്ങനെ ആ കൊലപാതകി അവൻ്റെ 6ാമത്തെ കൊലയും ചെയ്തു. അഭിറാമിൻ്റെ സുഹൃത്ത് മാത്രമല്ലായിരുന്നു, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് കൂടിയായിരുന്നു അവൻ. അന്ന് രാത്രി അഭിറാം എന്നെ വിളിച്ച കോൾ ഹിസ്റ്ററി പ്രകാരം അവൻ എറണാകുളത്തായിരുന്നു. എന്നാൽ അവൻ്റെ ബോഡി കണ്ടെത്തിയത് ട്രിവാൻഡ്രത്ത് വെച്ച്. ഇതിലെന്തോ പൊരുത്തക്കേട്ടുള്ളതുപോലെ എനിക്ക് തോന്നി. അവൻ ട്രിവാൻഡ്രത്ത് വന്നാൽ എന്നെ വിളിക്കാതിരിക്കില്ല. അന്ന് രാത്രി എനിക്ക് വന്ന കോൾ ഒരു നോർമൽ കോൾ അല്ലായിരുന്നു. Before the truth was spoken, the silence already knew. Rain on glass like shattered time. City holds its breath. Neon prayers and broken vows dance with silent death. A siren cries somewhere far, but no one turns around. Every shadow wears a face that never makes sense. അങ്ങനെ ഒരു ദിവസം കേസിനെ തന്നെ മാറ്റിമറിച്ചൊരു സംഭവം നടന്നു. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവം. ഹലോ, എപ്പോ? Before the truth was spoken, the silence already knew. Rain on glass like എന്തായിരുന്നു ആ സംഭവം? time. City holds its breath. Neon prayers and broken vows dance with silent death.